പിണറായി ചെയ്തതൊക്കെ നല്ലതാണ്. പിണറായി ഇനി അധോവായു വിട്ടാലും അത് കേരളത്തിന്റെ വികസനത്തിനാണ്. പിണറായി മാത്രമല്ല, പിണറായി കുത്തിയിരുന്നിട്ട് രാവിലെ തന്നെ ഇങ്ങനെ അധോവായു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് മുദ്രാവാക്യം വിളിക്കും സഖാക്കള്, ഓരോ അധോവായുവും കേരളത്തിന്റെ വികസനത്തിന് അമ്മാതിരി കോപ്പന്മാരാണ്. ഇന്നത്തെ മലയാള മനോരമയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് UDFന്റെ 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ച് രാഹുൽ എന്നുള്ളതാണ്. സ്ത്രീ യാത്ര സൗജന്യം. ഇവിടെ LDFനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ടാണ് UDFന്റെ ഈ പ്രഖ്യാപനം. 5 ഗ്യാരണ്ടിയാണ് കേട്ടോ. ഈ 5 ഗ്യാരണ്ടികളും ശരിക്കും പിണറായി വിജയന്റെ നെഞ്ചത്തിട്ടിട്ട് എന്താ പറയാ, UDFകാര് പൊട്ടിച്ച ബോംബാണ്. ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഈ സഖാക്കന്മാരുടെ അന്തം കമ്മികളുടെ നിലവിളിയാണ്. ഇങ്ങനെയൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല, ആകെ ചെയ്യാൻ പറ്റും നമ്മുടെ കാരണഭൂതന് മാത്രമാണ്. ഇവിടെ നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഈ 5 പ്രഖ്യാപനങ്ങൾ ഞാൻ പറയാം, 5 പ്രഖ്യാപനങ്ങൾ പറയാം. ഈ 5 പ്രഖ്യാപനങ്ങളിൽ അല്ലെങ്കിൽ 5 ഗ്യാരണ്ടികളിൽ UDF വാഗ്ദാനം ചെയ്യുന്നത് അടുത്ത തവണ തങ്ങളെ അധികാരത്തിലെത്തിയാൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണത്. അതായത് പിണറായി വിജയൻ എങ്ങനെയാണോ ഇവിടുത്തെ സാധാരണ ദരിദ്രരായ ജനങ്ങളെ പറ്റിച്ചത്, ആ പറ്റിച്ചതിനുള്ള മറുപടിയാണ് UDF നൽകുന്നത് കേട്ടോ. അതായത് 2500 രൂപ, അതായത് 1600 രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ ഞങ്ങളെ അധികാരത്തിൽ കയറ്റിയാൽ 2500 രൂപയാക്കി തരാം എന്ന് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്, എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത്. ഇവർ പക്ഷേ ഈ 1600 രൂപ എന്നുള്ളത് 2500 രൂപയാക്കിയില്ല. പകരം എന്താ ചെയ്തത്? 4-5 മാസത്തോളം പെൻഷൻ മുടക്കി. നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും മറിയക്കുട്ടി ചേട്ടത്തിയൊക്കെ പിച്ചച്ചട്ടിയുമായി തെരുവിലേക്ക് ഇറങ്ങിയത്. ആകെ നാണം കെട്ടു. അതായത് 2500 രൂപയാക്കി തരാ എന്ന് പറഞ്ഞിട്ട് പോട്ടെ, 2500 രൂപയാക്കിയില്ല, 1600 രൂപ തന്നെ കൊടുക്കാൻ പറ്റാതെ 1 2 3 4 5 മാസം വൈകിപ്പിച്ചു. നേരത്തെ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോ 1 മാസവും വൈകില്ലായിരുന്നു. വെറുതെ കള്ളക്കഥയുണ്ടാക്കിയതാണ്. 18 മാസത്തെ പെൻഷൻ കൊടുത്തില്ല എന്നുള്ളത് ഇവരുടെ കള്ളക്കഥയാണ്. കഴിഞ്ഞ ദിവസം ഇവരുടെ ഈ ഒരു പരസ്യം ഉണ്ടായിരുന്നല്ലോ, ഈ PRDയുടെ, അതിൽ പോലും ഇവര് പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശരിയായ വാർത്തയാണ്. 18 മാസം പെൻഷൻ കൊടുത്തില്ല എന്നുള്ളതാണ്. 18 മാസം പെൻഷൻ കൊടുത്തില്ല എന്നുള്ളത് ഏറ്റവും വലിയ നുണക്കഥയാണ്. CPMകാർക്ക് പിന്നെ കള്ളം പറഞ്ഞാണ് ശീലം എന്നുള്ളതുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ LDF സർക്കാരിന്റെ ഏറ്റവും അവർ ജനങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത് ഇതാണ്. 1600 ഞങ്ങൾ 2500 ആക്കി തരാമെന്ന് പറഞ്ഞു. അവസാനം ഇതാ ഇലക്ഷനിലേക്ക് അടുക്കുമ്പോൾ 4-5 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കഴിഞ്ഞ മുമ്പത്തെ മാസം ഈ 1600 എന്നുള്ളത് 2000 ആക്കി കൊടുത്തത്. നക്കപ്പിച്ച 2500 പോലും ആക്കിയില്ല. അതാണ് ഏറ്റവും വലിയ രസം. ഏതായാലും അധികാരം ഒഴിയാൻ പോകുകയാണ് അല്ലേ? 4.5 വർഷം കഴിഞ്ഞിട്ട് 4.5 വർഷവും തങ്ങൾ വാഗ്ദാനം ചെയ്ത കാര്യം നിർവഹിക്കാതെ 4.5 വർഷത്തിന് ശേഷം അത്യാവശ്യം ഉളുപ്പുണ്ടെങ്കിൽ 4.5 വർഷത്തിന് ശേഷം അത് 2500 രൂപയാക്കല്ലേ ചെയ്യേണ്ടത്? അതുപോലെ ആക്കാതെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്നേഹവും വേണ്ടടോ, ഞങ്ങൾ പിച്ച തരും. ആ മനോഭാവമാണ് CPMന്, ആ മനോഭാവമാണ് പിണറായിക്ക്. അങ്ങനെ 2000 രൂപയാണ് ഇപ്പൊ നിലവിൽ ക്ഷേമ പെൻഷൻ. അത് UDF സർക്കാർ പറയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് 3000 ആക്കാം, ഞങ്ങൾ 3000 ആക്കും എന്ന ധീരമായ പ്രഖ്യാപനം ഞെട്ടലോടെയാണ് ഇന്നലെ CPMകാര് കേട്ടത് കേട്ടോ. ഇന്നലെ PM മനോജിന്റെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആകെ നിലവിളിക്കാണ്, അയ്യോ UDFന് ഇതൊന്നും ചെയ്യാൻ പറ്റൂല, ഞങ്ങളെ കപ്പിത്താനേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങളെ കപ്പിത്താനേ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുള്ളൂ. UDFകാരട്ടം വന്നിട്ട് നമുക്കറിയാലോ, കർണാടകയിലൊക്കെ വളരെ കൃത്യമായി എന്തൊക്കെയാണോ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത്, ആ വാഗ്ദാനങ്ങളൊക്കെ കൃത്യമായി നിറവേറ്റിയവരാണ് കർണാടകയിലെ കോൺഗ്രസ്സുകാർ. ഏതാണ്ട് ആ ഒരു പാറ്റേൺ ആണ് ഇപ്പോ കേരളത്തിലും അവർ പരീക്ഷിക്കുന്നത്. അപ്പോ രാഹുൽ ഗാന്ധിയാണ് ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. അതിന്റെ വാർത്തയാണ് ഇത്. മറ്റൊരു പ്രഖ്യാപനമാണ് യാത്ര. KSRTC ബസ്സിൽ ഇനി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. പോരെ തീർന്ന് LDF തീർന്നു. ഏത് സ്ത്രീകൾ ഇനി നിങ്ങൾക്ക് വോട്ട് ചെയ്യും? ഏത് സ്ത്രീകൾ? ഇന്ന് വനിതാ ദിനമാണ്. ഈ വനിതാ ദിനത്തിൽ സ്ത്രീകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് UDF നടത്തിയത്.
KSRTC ബസ്സുകളിൽ ഇനി ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും കയറാം, പൈസ കൊടുക്കണ്ട. കാരണം ഈ മാതിരി വാഗ്ദാനങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ അല്ലേ? സ്വപ്നങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്ന വാഗ്ദാനങ്ങളാണ് UDF ഇതാ നടപ്പാക്കാൻ പോകുന്നത്. 5 പ്രഖ്യാപനങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട 5 പ്രഖ്യാപനങ്ങൾ. ഇതാ 5 പ്രഖ്യാപനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. 1, സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. കേരളം ഇന്നവരെ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. പ്രതിമാസമാണ് കേട്ടോ. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. ഒന്ന് ആലോചിച്ചോക്കണം. പെൺകുട്ടികളുടെ ഒരു ശാക്തീകരണമാണിത് അല്ലേ? ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഓരോ കുടുംബത്തിനും. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. യുവജനങ്ങൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ പ്രത്യേക വകുപ്പ്. ഇത്രയുമാണ് ഇന്നലെ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രഖ്യാപനങ്ങൾ. വാർത്ത ഇങ്ങനെയാണ്: KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നിവയടക്കം 5 ഇന്ദിരാ ഗ്യാരണ്ടികളുമായി. ഇതിന്റെ പേര് തന്നെ ഇന്ദിരാ ഗ്യാരണ്ടികൾ എന്നാണ്. കാരണം കേരളത്തിലെ എല്ലാ പാർട്ടി ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ആവേശമാണ് അല്ലേ? അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലും ഇന്ദിരാഗാന്ധിയുടെ പേരിലുമാണ് ഈ പ്രഖ്യാപനങ്ങൾ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് ഗ്യാരണ്ടികൾ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത രാഹുൽ അധികാരത്തിലെത്തിയാൽ UDF നടപ്പാക്കാനൊരുങ്ങുന്ന പ്രധാന വാഗ്ദാനങ്ങൾ അക്കമിട്ട് നിരത്തി. അപ്പൊ മലയാള മനോരമ അങ്ങനെ കൊടുക്കുന്നു. നമുക്ക് മാതൃഭൂമി ഇതെങ്ങനെ കൊടുത്തത് നോക്കേ. മാതൃഭൂമി അതേപോലെ തന്നെയാണ്. മാതൃഭൂമിയുടെ 1-ാം പേജ് കണ്ടില്ലേ? സൗജന്യ യാത്ര എന്ന് പറയുന്നത്. സൗജന്യ യാത്ര, പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ വമ്പൻ വാഗ്ദാനങ്ങളുമായി രാഹുൽ ഗാന്ധി. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്ന 5 കാര്യങ്ങൾ പ്രഖ്യാപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പുതുയുഗ യാത്രയുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF പ്രവർത്തകർ ആവേശത്തോടെ തിങ്ങി നിറഞ്ഞ ചടങ്ങിൽ അപ്രതീക്ഷിതവും നാടകീയവുമായിട്ടായിരുന്നു രാഹുലിന്റെ പ്രഖ്യാപനം കേട്ടോ. ആ 5 പ്രഖ്യാപനങ്ങൾ ഏതാണെന്ന് മേലെ തന്നെ 5 ഉറപ്പുമായി UDF ആണ്. 5 ഉറപ്പുമായി UDF. ഇനി കേരള കൗമുദി ആ വാർത്ത കൊടുത്തത് 1-ാം പേജിലില്ല. അപ്പൊ സ്വാഭാവികമായും 7-ാം പേജിൽ അല്ലേ? 7-ാം പേജിലെ കേരള കൗമുദി 7-ാം പേജിലെ മെയിൻ സ്റ്റോറിയാണ് CPM-ഉം BJP-യും ഒരുമിച്ചു. കേരളത്തിലുള്ളത് CJP. രാഹുൽ ഗാന്ധിയുടെ ആരോപണമാണ് ഇവർ മെയിൻ സ്റ്റോറി ആക്കിയത്. CPM-ഉം BJP-യും ഒരുമിച്ചു, കേരളത്തിലുള്ളത് CJP എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതോടൊപ്പം തന്നെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ക്ഷേമ പെൻഷൻ 3000 രൂപ. UDF അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്ന 5 വൻ പദ്ധതികൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിലാണ് പ്രഖ്യാപനം. 1, 2, 3, 4, 5. അത് വളരെ കൃത്യമായി കേരള കൗമുദിയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഉള്ളിലെ പേജിലാണ് എന്ന് മാത്രം. ഇനി നമുക്ക് ദേശാഭിമാനി എന്തായാലും 1-ാം പേജിൽ ഈ വാർത്ത ഉണ്ടാവില്ലല്ലോ. 1-ാം പേജിൽ ഉണ്ടാവില്ല, ഉള്ളിലുണ്ടാവില്ല. 6-ാം പേജില് ഈ പറയുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളെ ദേശാഭിമാനിക്കാര് അവതരിപ്പിച്ച് ഇങ്ങനെയാണ്: UDF-ന്റെ ജാഥാ സമാപനം വിയോജിപ്പിന്റെ വിസ്മയം എന്നാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് വിയോജിപ്പ്. അവരാകപ്പാടെ ഈ സമ്മേളനത്തിൽ കണ്ടത്. ഇതിന്റെ ഇടയ്ക്ക് രാഹുൽ ഗാന്ധി പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞിരുന്നു കോൺഗ്രസ്സുകാർ സംഘനൃത്തം ചെയ്യണം, ഒറ്റക്ക് നൃത്തം ചെയ്യരുത്. സംഘനൃത്തത്തിന്റെ ഇടയിൽ ഒരാൾ ഒറ്റക്ക് നൃത്തം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസില് ഇപ്പോഴും മുഖ്യമന്ത്രി ആര് എന്നുള്ളതിനെ കുറിച്ച് തർക്കങ്ങളുണ്ട്. സ്വാഭാവികമായും തർക്കങ്ങൾ ഉണ്ടാവും. VD സതീശൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, രമേശ് ചെന്നിത്തല വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, KC വേണുഗോപാൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. സ്വാഭാവികമാണ്. കാരണം ഇവിടെ എന്താ പറയാ, CPM-ൽ അമ്മാതിരി പ്രശ്നമില്ലല്ലോ. കാരണം കാരണബോധം കഴിഞ്ഞാൽ പിന്നെ ആരുമില്ലല്ലോ. കാരണബോധം കഴിഞ്ഞാൽ പിന്നെ മരുമോ മാത്രമല്ലേ ഉള്ളൂ, അതല്ലാതെ വേറെ ആരുമില്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാരണബോധം സൃഷ്ടിച്ചത്. പക്ഷെ കോൺഗ്രസിൽ അങ്ങനെയല്ല. കോൺഗ്രസിൽ കരുത്തുറ്റ മുഖ്യമന്ത്രിയാവാൻ എന്താ പറയാ സർവ്വഥാ യോഗ്യതയുള്ള
നിരവധി നേതാക്കന്മാരുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഓരോരോ പക്ഷത്ത് ആരാധകരുണ്ട്, അവർക്ക് ആരാധകരുണ്ടാവും. നേരത്തെ നമ്മൾ കണ്ടതല്ലേ, വി എസിനുള്ള ആരാധകർ ഒരു ഭാഗത്തുണ്ട്, പിണറായിക്കുള്ള ആരാധകർ മറുഭാഗത്തുണ്ട്, പി ജയരാജനുള്ള ആരാധകർ ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ വ്യത്യസ്ത നേതാക്കന്മാർക്ക് ആരാധകരുണ്ടാവും. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അങ്ങനെ ഒറ്റക്കൊറ്റക്ക് നൃത്തം ചെയ്യേണ്ട, സംഘനൃത്തമാണ് വേണ്ടത്. അത് സ്വാഭാവികമായും ഒരു നേതാവ് എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി പറയേണ്ടതാണ്. രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു. അതെന്തോ വലിയൊരു കാര്യമായി ആണ് ഇവർ അവതരിപ്പിക്കുന്നത്. വിയോജിപ്പിന്റെ വിസ്മയം എന്ന് പറയുന്നത്, ഇവിടെ കംപ്ലീറ്റ് വിയോജിപ്പാണെന്ന് പറയുന്നത്. എന്നിട്ട് അവസാനം ഒരു ചെറിയൊരു തലക്കെട്ടുണ്ട്, പെൻഷൻ 3000 രൂപയാക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ആക്കൂല എന്നാണ് പറയുന്നത്. ഇവര് സ്വന്തം കാര്യം പറയാണല്ലോ. ഞങ്ങളാക്കിയില്ല, 2500 ആക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളാക്കിയില്ല, 3000 ആക്കുമെന്ന് പറഞ്ഞാൽ ഒരു ആക്കൂല. ഇതാണ് പറയുന്നത്. വേറെ മറ്റേ ഒരു വൃദ്ധൻ വന്നിരുന്നല്ലോ, 2000 രൂപ എന്റെ പെൻഷൻ തങ്ങളെടുത്തോളി, നിങ്ങൾ എന്നെ വരണം, UDF വന്നാൽ കിട്ടൂല. അയാൾ എവിടെയെന്ന് അറിയില്ല കേട്ടോ. അയാളെ താങ്ങി പിടിച്ചുകൊണ്ടുവരണം കേട്ടോ. കാരണം 3000 രൂപ തരൂ കേട്ടോ. ആര്? UDF വന്നാൽ. ഇവർക്കാകെ ഭ്രാന്തയിക്കുന്നു. പെൻഷൻ 3000 രൂപയാക്കുമെന്ന്, കേരളത്തിലെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് രാഹുൽ ഗാന്ധി. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ്, യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാൻ 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പ് എന്നിവയാണ് മറ്റു പ്രഖ്യാപനങ്ങൾ. അതേസമയത്ത് തന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസിന്റെ കാര്യം പറയുന്നു. ഇവർ പറയുന്നത് ഈ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ ആരോഗ്യ മേഖലയെ പരിപോഷിപ്പിക്കാനാണെന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും കുറ്റം കാണുക. പിണറായി ചെയ്തതൊക്കെ നല്ലതാണ്. പിണറായി ഇനി അധോവായു വിട്ടാലും അത് കേരളത്തിന്റെ വികസനത്തിനാണ്. പിണറായി മാത്രമല്ല, മരുവനും കുത്തിയിരുന്നിട്ട് രാവിലെ തന്നെ ഇങ്ങനെ അധോവായു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് മുദ്രാവാക്യം വിളിക്കും സഖാക്കള്, ഓരോ അധോവായുവും കേരളത്തിന്റെ വികസനത്തിന് അമ്മാതിരി കോപ്പന്മാരാണ്. ഇവരുടെ വിചാരം ഇവർക്ക് ഇതൊക്കെ പറയാനും ഇതൊക്കെ ഇവർക്കേ പറ്റുള്ളൂ എന്നാണ്. അപ്പോഴാണ് ഞെട്ടിപ്പിച്ചുകൊണ്ട് UDF ഇനി ഒരു തർക്കം വേണ്ട, 100 110 120 സീറ്റുകള് UDF ഉറപ്പാണ്. സഖാക്കന്മാര് പോയി ഇങ്ങോട്ട് വരുന്നങ്ങോട്ട് വോട്ട് ചെയ്യും. കാരണബോധം വേണ്ട ഞങ്ങൾക്ക്, ഇമ്മാതിരി തോന്നിയാസം കളിക്കുന്ന ആൾ ഞങ്ങൾക്ക് വേണ്ടടോ എന്ന് സഖാക്കന്മാര് പറയും. 1600 രൂപ പെൻഷൻ അത് 2500 രൂപയാക്കുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ 4.5 വർഷവും അത് പാലിച്ചില്ല. അമ്മാതിരി കാരണഭൂതം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പുറങ്കാല് കൊണ്ട് കാരണഭൂതത്തെ ചവിട്ടി അറബിക്കടലിലേക്ക് തള്ളുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ CPM-കാരായിരിക്കും കേട്ടോ. CPM-കാരായിരിക്കും, ഒരു സംശയം വേണ്ട. ഇവർ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് UDF വന്നാൽ മതി, UDF-കാർ ഇത് കോൺഗ്രസ്സുകാർക്ക് മാത്രമെന്നല്ല പറഞ്ഞു കേട്ടോ. ഇത് കോൺഗ്രസ്സുകാർക്ക് മാത്രമെന്നല്ല പറഞ്ഞത്. ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും, കോളേജ് വിദ്യാർത്ഥികൾക്കും മാസം 1000 രൂപ. 18 വയസ്സ് പൂർത്തിയായി ഈ ബൂത്തിലേക്ക് ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളും ഈ കാരണഭൂതത്തിന് ഈ വോട്ട് ചെയ്യൂ. SFI-കാര് DYFI-കാര് നിരന്ന് നിന്നിട്ട് UDF-ന് വോട്ട് ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ആകെ വയറിളകി നടക്കുകയാണ് ഇപ്പൊ അന്തംഗമ്മികള്. എന്താ ചെയ്യാന്നറിയില്ല, അന്തം വിട്ടിരിക്കുകയാണ്. അവസാനം ചോദിക്കും, ഇതൊക്കെ എങ്ങനെയാ നടപ്പാക്കും. ദൂർത്ത് കുറച്ചാൽ മതി. കാരണബോധത്തിന്റെ കണ്ടത്തില് ഒരു ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, മാസം 1 കോടി. കാരണബോധത്തിന് മറ്റേ ആസനം വെക്കാൻ 1.25 കോടിയുടെ കാറ്. ഇവിടെ നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഏതോ 6-7 ലക്ഷം രൂപ വിലയുള്ള ഒരു മാരുതി കാറിലാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ വിനു വളരെ കൃത്യമായ കാര്യം പറഞ്ഞിരുന്നു. അപ്പോഴാണ് കാരണബോധത്തിന് 1.25 കോടിയുടെ കാറ്, 45 വാഹനങ്ങൾ, അകമ്പടി, പാറ്റൻ ടാങ്ക്, ഹെലികോപ്റ്റർ. 2 മാസം കൂടിയുള്ളൂ. നിങ്ങളെ തോന്നിവാസം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിന്റെ പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി ഈ നടത്തിയത് കേട്ടോ. കരഞ്ഞിരുന്നോളി. കരഞ്ഞ് തീരും നിങ്ങളുടെ ജന്മം കേട്ടോ, തീരും. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.